ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നമ്മൾക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മോട് ചെയ്ത ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനം ആണല്ലോ നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നു വന്നുവല്ലോ. 1-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് പൗലോസ് ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനം. 1-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് സുവിശേഷത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, അതിന്റെ അന്തസത്ത എന്താണെന്നും പൗലോസ് വ്യക്തമാക്കുന്നു. അതാണ് താൻ സുവിശേഷിക്കുന്ന ആ സുവിശേഷം താൻ പ്രസംഗിക്കുന്ന സുവിശേഷം അല്ലെങ്കിൽ താൻ അറിയിക്കുന്ന സുവിശേഷം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് താൻ തന്റെ അനുഭവം വ്യക്തമാക്കുന്നു. അത് എങ്ങനെ ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി തീർന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഒരിക്കൽ കർത്താവിനെ ഉപദ്രവിച്ച് നടന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ കർത്താവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. പൗലോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, പൗലോസെ നീ ആരുടെ നേരെയാകുന്നു ഉപദ്രവിക്കുക? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ഞാനാകുന്നു എന്ന് പറയുന്നില്ലേ? അപ്പൊ ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് ക്രിസ്തുവിനെതിരെയുള്ള പീഡനമാണ്. അപ്പൊ ക്രിസ്തുവിനെ ഉപദ്രവിച്ച നടന്ന പൗലോസിനെ ദൈവം വിളിക്കുകയും ജാതികളിലേക്ക് തന്റെ ശുശ്രൂഷ വേണ്ടി അയക്കുകയും ചെയ്തു. ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി അയക്കുകയും ചെയ്തു. അത് ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർന്നു എന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ നാം കണ്ടത് 14 ആണ്ട് കഴിഞ്ഞിട്ട് പൗലോസ് യെരുശലേമിലേക്ക് പോവുകയും ബർന്നബാസിനെയും കൂട്ടി തീത്തോസുമായി പോയി എന്നാണ് നമ്മൾ കണ്ടത്. അതെന്തിനാ പോയെന്നും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ പറയുന്നു താനൊരു വെളിപ്പാടിനാൽ അനുസരിച്ചാണ് പോയത്. താൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷവും അതുപോലെ അപ്പോസ്തലന്മാർ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്ന് തന്നെ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് നമ്മൾക്ക് ഈ ഗലാത്യർക്ക് ഈ ലേഖനം എഴുതി തന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് എഴുതി തന്നത്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നാം കണ്ടു അവിടെ യെരുശലേമിലെ കള്ള സഹോദരന്മാർ എന്ന് പറയുന്നു അവരുടെ ഇടയിൽ തന്നെ ഉള്ളവർ അവിടേക്ക് നുഴഞ്ഞു കയറുകയും, യഹൂദ മതാനുസാരികളാണ് അത് നമ്മൾ പഠിച്ചു. അവിടെ കയറുകയും ആ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കുവാനായിട്ട് സ്പൈ ചെയ്യാനായി അവരുടെ ഇടയിലേക്ക് കയറി വന്നു. അവർ യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പേർ പറയുന്നവർ എങ്കിലും ഇപ്പോഴും യഹൂദ മതത്തിന്റെ ചട്ടക്കൂടുകൾ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ജാതികളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് വന്നവരെ അവരുടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെ അവരുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്തത്. പൗലോസ് പറയുന്നു, ഞങ്ങൾ പൗലോസ് കൂടെയുള്ളവരും ഒരു നിമിഷം പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലോണം പഠിച്ചതാണ്. അവിടെ പറയുന്നുണ്ട്, അവിടെ ഇത്രയും പ്രമാണിമാരുണ്ടായിരുന്നിട്ട്, പ്രമാണിമാർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പോസ്തലന്മാരെ കുറിച്ചാണ് പറയുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട ആൾക്കാർ ഉണ്ടായിരുന്നിട്ടും, പ്രമാണികൾ അല്ലെ അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നിട്ടും അവരുടെ ഇടയിൽ പോലും നുഴഞ്ഞു കയറി വന്നവർ ആദ്യ നൂറ്റാണ്ടുകളിലാണെന്ന് ഓർക്കണം. ഇപ്പോഴൊന്നും അല്ല, ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെയും നുഴഞ്ഞു കയറി വന്ന കള്ള സഹോദരന്മാർ ദുരുപദേശം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ പ്രമാണികളായവർ പോലും അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ വരുന്നവർ പോലും അതിനെ അനുവദിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്, അല്ലെ? വഴികൾക്കിടയിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവർ അനുവദിക്കാതെ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് മറ്റുള്ളവരും അവരുടെ കപടത്താൽ പിടിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇന്ന് 6-ാമത്തെ വാക്യം വരെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഞാൻ 7ഉം 8ഉം 9ഉം വാക്യങ്ങള് വായിച്ചു പോകാം. നമ്മൾ വായിച്ചു കേട്ടതാണല്ലോ. ഓക്കെ. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചൻ ജാതികൾക്കായി എന്നോട് വ്യാപരിച്ചതു കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം പരിമേൽപ്പിച്ചിരിക്കുന്നു എന്നും കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. നേരെ മറിച്ച് അപ്പം പൗലോസ് പറഞ്ഞത് താൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷവും അതുപോലെ അവർ
പരിച്ഛേദനക്കാരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷവും ഒന്ന് തന്നെയാണെന്ന് അംഗീകരിച്ചു. അവർ അംഗീകരിച്ചു. നേരത്തെ പൗലോസ് ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നവർ എന്ന പേര് മാത്രമേ അവർക്കൊക്കെ അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ഉപദ്രവിച്ചവൻ ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കുന്നു എന്ന് കേട്ടതല്ലാതെ പൗലോസിനെ കുറിച്ച് നേരിട്ട് അവർക്കൊരു കാര്യമായ അറിവുകളൊന്നും ഇല്ലായിരുന്നു. പത്രോസിനൊക്കെ അറിവുണ്ടായിരുന്നെങ്കിൽ തന്നെയും കൂടെയുള്ള യഹൂദന്മാർക്കോ മറ്റുള്ളവർക്കോ അങ്ങനെ ഒരു അറിവില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, താൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ കുറിച്ച്, ഇപ്പൊ നമുക്കറിയാം വേറൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അവരവിടെ സുവിശേഷിക്കുന്നതിനെ കുറിച്ച് അല്ലെ അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് സാക്ഷ്യം പറയാറില്ല. അതുപോലെ തന്നെ പൗലോസ് താൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്നതും ജാതികൾ ദൈവത്തെങ്കിലേക്ക് വരുന്നതും അവരുടെ ഇടയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒക്കെ ഇവരോട് പറഞ്ഞപ്പോൾ, എല്ലാം അങ്ങ് ദൈവവചനത്തിൽ എഴുതാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് ചുരുക്കമായിട്ട് എഴുതിയിരിക്കുന്നത് അവരോട് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചു. കാരണം തങ്ങൾ രണ്ടുപേരും പറയുന്ന സുവിശേഷം ഒന്നാണെന്ന് അവർ അംഗീകരിച്ചു. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ. അതെന്താ വ്യത്യാസം? രണ്ടുപേരും രണ്ടുപേരോടാണ് സുവിശേഷം അറിയിച്ച എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അറിയിക്കുന്ന ഒരു സുവിശേഷമാണ്, പക്ഷെ രണ്ടുപേർക്കും ദൈവം ഓരോരുത്തരുടെ ഇടയിലേക്കാണ് സുവിശേഷം അറിയിക്കാനായിട്ട് അയച്ചിരിക്കുന്നത്. പൗലോസിനെ സുവിശേഷം അറിയിക്കാൻ അയച്ചത് ജാതികളുടെ ഇടയിലേക്കും പത്രോസിനെയും കൂട്ടരെയും യഹൂദന്മാരുടെ ഇടയിലേക്കുമാണ് ദൈവം ശുശ്രൂഷ ചെയ്യാനായിട്ട് അയച്ചത്. ആ രണ്ടുപേരും ഒരു സുവിശേഷം, പക്ഷെ രണ്ടുപേരുടെ ഇടയിലാണ് സുവിശേഷം അറിയിപ്പാനായിട്ട് അയച്ചത്. നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോസ്തല പ്രവൃത്തികളില് 2 മുതൽ 9 വരെ എടുക്കണ്ട, 2 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് പത്രോസും കൂട്ടരും ഒക്കെ ആരോടാ സുവിശേഷം അറിയിച്ച്? യഹൂദന്മാരോടാണ് സുവിശേഷം അറിയിച്ചത്. 10ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ തനിക്ക് ദർശനം ലഭിക്കുകയും താൻ കൊർന്നല്യോസിന്റെ ജാതികളിലേക്ക് പോവുകയും ചെയ്തു. അതിൽ ആദ്യം നടക്കുന്ന കൊർന്നല്യോസിന്റെ മാനസാന്തരവും പിന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾ ദൈവത്തെ വിശ്വസിച്ച് അവരെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും ചെയ്തു. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ വായിക്കുന്നവരുടെ 2ാം അധ്യായത്തിൽ അല്ലെങ്കിൽ ആദ്യ നൂറ്റിൽ ആദ്യം എന്താ പറയുന്നത്, പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ തന്നെ അതേ ഒരു അനുഭവമായിരുന്നു കൊർന്നല്യോസിന്റെ വീട്ടിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സുവിശേഷം കേട്ടിരുന്നവരുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാക്കി അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത്. അത് ജാതികളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് വന്നത്. അതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം അവിടെ സംഭവിക്കുന്നത്. കാരണം അവിടെ പ്രവർത്തിച്ച പെന്തക്കോസ്ത് നാളിൽ അവൾ പ്രവർത്തിച്ച അതേ ആത്മാവ് തന്നെയാണ് ജാതികളിലും പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് അങ്ങനെ ഒരു അനുഭവം ദൈവം അവിടെ ഉണ്ടാക്കിയാണ് ചെയ്തത്. ആ അനുഭവത്തെ കുറിച്ച് വേറെ എങ്ങും നമ്മളത് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവിടെ പറയുന്നുണ്ട്, ആ പെന്തക്കോസ്ത് നാളിൽ അവിടെ പ്രവർത്തിച്ച അതേ അനുഭവം തന്നെയായിരുന്നു കൊർന്നല്യോസിന്റെ വീട്ടിലും അവിടെ ഉണ്ടായത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അനേക ജാതികളിലേക്ക് വരികയും ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ രണ്ടുപേരും അങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലൻ ജാതികളിലേക്ക് വന്നത്. പക്ഷെ എങ്കിലും പത്രോസിന്റെ പ്രവർത്തനം മുഴുവനും യഹൂദന്മാരുടെ ഇടയിൽ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വായിച്ചത്, ഇടയിലെ സുവിശേഷം ഫലമേറ്റിരിക്കുന്നത് കണ്ടും എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന എന്നെപ്പറ്റി യാക്കോബും കേഫാവും യോഹന്നാനും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ പറയുന്നു, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലനായ പത്രോസിനോട് കൂടെ, ഞാൻ ഒരു വാക്കും കളയാതെ പറയുന്നതാണ്, ഇത്ര വലിയ വാക്കായതുകൊണ്ട് ഇടയ്ക്കൊന്ന് തിരിച്ചു പോവുകയാണ്. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുവാനായിട്ട് കാരണം, നമ്മളെല്ലാം സുവിശേഷം അറിയിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്ന ആരാ? നമ്മളല്ല പ്രവർത്തിക്കുന്നത്, അല്ലേ? ആ വ്യാപരിച്ചവനെന്നാ പറയുന്നത്. അപ്പം കർത്താവാ പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ സുവിശേഷം പ്രചരിക്കുകയുള്ളൂ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പം പത്രോസ് സുവിശേഷം അറിയിച്ചാലും പൗലോസ് സുവിശേഷം അറിയിച്ചാലും നമ്മൾ സുവിശേഷം അറിയിച്ചാലും അത് ദൈവാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ആർക്കും ഒരു പ്രയോജനവുമില്ല, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ഞാനത് വായിക്കാം, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്ക് വിട്ടുപോകുന്ന വാക്യാണെങ്കിലും തിരിച്ചു വന്ന് പറയാൻ കാരണം അതാ. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിച്ഛേദനക്കാർ യഹൂദന്മാരുടെ ഇടയിൽ പൗലോസ് പ്രവർത്തിക്കാൻ കാരണമായതും അപ്പോസ്തലൻ പത്രോസിനൂടെ വ്യാപരിച്ചവൻ
എന്നേ പറയുന്നുള്ളൂ. ജാതികളിൽ എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട്. കാരണം രണ്ടുപേരിലും പ്രവർത്തിക്കുന്നത് കർത്താവ് ഒരുവൻ, അല്ലെ ഒരു ആത്മാവ് തന്നെയാണ്. അങ്ങനെയാണേലേ ദൈവവചനം അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. നമ്മളുടെ വാക്കുകൾ കൊണ്ടോ നമ്മൾ കുറെ എന്താ പറയുന്നത് കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് കഥ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും സുവിശേഷം പ്രവർത്തിക്കില്ല. ആൾക്കാരെ പിടിച്ചിരുത്താമെന്നല്ലാതെ സുവിശേഷം ഹൃദയത്തിൽ, വചനം ഹൃദയത്തിൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അനുസരിച്ച് കൊടുക്കണം, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം, നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം എന്നല്ലാതെ എത്ര ആണെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര പരിശ്രമിച്ചാലും ദൈവം ചെയ്യാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടല്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ വാക്യം വന്നു എന്ന് എനിക്കറിയാം. 1 Corinthians 3:6, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതുകൊണ്ട് വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമില്ല. അപ്പൊ നമ്മളെ ദൈവം ഒരു വിത്തിടാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പം അത് നനയ്ക്കുന്നത് വേറെ ആളായിരിക്കും, പക്ഷെ ഇതെല്ലാം വളരുമാറാക്കുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ വെറും ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മാത്രമേ ഉള്ളൂ. 3:9 പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാ പറയുന്നേ? ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പം ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മെ ഏൽപ്പിച്ച സുവിശേഷം നാം പറയുക, നാം അടിസ്ഥാനം ഇടുക, നാം മീതെ പണിയുക, നാം അടിസ്ഥാനം ഇടുക, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അതിനെയെല്ലാം വളരുമാറാക്കുന്ന, അല്ലെങ്കിൽ അതിനെല്ലാം പ്രവർത്തിക്കുമാറാക്കുന്ന ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ ആരുടെയെങ്കിലും ഹൃദയത്തിന് മാനസാന്തരം വരത്തുള്ളത്. നമ്മുടെയും ഹൃദയത്തിന് അങ്ങനെ തന്നെയാ വന്നേ. ആരും പറഞ്ഞതുകൊണ്ട് ഒന്നുമല്ല. ഓരോരുത്തരെ ദൈവം ഓരോ ഉപകരണങ്ങളായി ഉപയോഗിച്ചു എന്ന് മാത്രം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മള് കർത്താവിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്നവരാ. അത് കർത്താവാണ് പ്രവർത്തിക്കുന്നത്. അത് ഇന്നും എന്നും ആ ലോക അവസാനം വരെ അത് തന്നെ നടക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പൗലോസ് 2 Corinthians 2:5 ഇങ്ങനെ 2 Corinthians 5 ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാപതികൾ മാത്രമാ. ദൈവം ഞങ്ങളോട് പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ അത് പറയുന്നു എന്ന് മാത്രം. വായിക്കാം 2 Corinthians 5:19-20. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം എന്ന് വെച്ചാൽ സുവിശേഷം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. നമ്മള് ഒരു മൗത്ത് പീസ് ആയിട്ട് മാത്രം ഇരുന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ യോഹന്നാൻ പറഞ്ഞല്ലോ, സ്ഥാപകൻ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുക, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. സകലവും പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ഇവിടെ പറയുന്ന കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. അപ്പൊ ആ കൂട്ടായ്മയുടെ വലങ്കൈ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പൗലോസും പത്രോസും ഒക്കെ സുവിശേഷിക്കുന്ന ഒരേ സുവിശേഷമാണെന്നും ഞങ്ങളെ അവർ അംഗീകരിച്ചു. അത്രേ ഉള്ളൂ. കൂട്ടായ്മയുടെ വലങ്കൈ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ കൂട്ടായ്മയുടെ വലങ്കൈ തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇംഗ്ലീഷിൽ പറയുന്നത് agreed with what we are doing. അപ്പൊ അവർ ഞങ്ങളെ സമ്മതിച്ചു, ഞങ്ങളെ അംഗീകരിച്ചു എന്ന് തന്നെ ഉള്ളു അവിടെ അതിന് അർത്ഥം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞുകൊണ്ട്. അപ്പം പൗലോസ് പ്രവർത്തിക്കുന്ന ദൈവകൃപയാലാണ് എന്ന് മനസ്സിലാക്കാൻ കാരണം എന്താ? പൗലോസ് പ്രസംഗിക്കുന്നതും പത്രോസും കൂട്ടരും പ്രസംഗിക്കുന്നതും ഒരു സുവിശേഷമാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് പറഞ്ഞത്. ഇത് പൗലോസ് തന്നെയല്ല പത്രോസ് തന്നെയല്ല പറഞ്ഞു, ഇത് പൗലോസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ പഠിച്ച വാക്യമാണ് 1 Corinthians 15 എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. നമ്മളിപ്പോ പറഞ്ഞ സംഗതി തന്നെയാണെങ്കിലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 Corinthians 15:7, 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി.
ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചവന് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നു ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം ഞങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്ത വണ്ണമാണ് ഞാൻ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം പ്രസംഗിക്കുന്നു, അവർക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം പ്രസംഗിക്കുന്നു. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്തുവാ അവരുടെ സുവിശേഷം? തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതാണ് സുവിശേഷം. ആ സുവിശേഷം ഞങ്ങൾ എല്ലാവരും പ്രസംഗിക്കുന്നു. അവരും പ്രസംഗിക്കുന്ന സുവിശേഷം, ഇവരും പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്ന് തന്നെയാണ്. അത് ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം. നമുക്ക് എല്ലാവർക്കും ദൈവകൃപ ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിയുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവത്തിന്റെ മക്കളായി തീരുവാനും ഒക്കെ ദൈവം ഇടയാക്കിയത്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ വാക്യം കാണുന്നത് 10ാമത്തെ വാക്യം. എന്നാൽ അത്ര മതിയല്ലോ, അത് മനസ്സിലായല്ലോ അല്ലെ? ആ വാക്യം ഒന്നുകൂടെ ഞാനൊന്ന് വായിച്ചു പോകാം. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചും ജാതികൾക്ക് എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും, അന്ന് അവര് തൂണുകൾ എന്ന് പറഞ്ഞ അടിസ്ഥാനം എന്ന് മാത്രം, അടിസ്ഥാനത്തിന് മണ്ടൽ പണിയുന്ന, കാരണം സഭയെ നയിക്കുന്നവരെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. സഭയെ തന്നെ തൂണുകൾ എന്തിനാ നമ്മള് കെട്ടിടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബലത്തിന് വേണ്ടി അല്ലെ? അപ്പം ശക്തരായിട്ട് സഭയെ നയിക്കുന്നവർ എന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവർ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ ആ തൂണുകൾ എന്ന് എണ്ണപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പെന്താക്കണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ അലങ്കാരം തന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രസംഗിക്കുന്ന ഒരു സുവിശേഷമാണ്. ഞങ്ങള് കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. അങ്ങനെ ഞങ്ങളുടെ സുവിശേഷം ഞങ്ങൾ പറയുന്ന സുവിശേഷം അവർ അംഗീകരിക്കുകയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ കൂട്ടായ്മയുടെ വലങ്കൈ തന്നു, അല്ലെ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കാര്യം മാത്രം അവർ പറഞ്ഞു. 10ാം വാക്യം. ദരിദ്രരെ ഞങ്ങൾ ഓർത്തു കൊള്ളേണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞങ്ങൾ ഉത്സാഹിച്ചുമിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ പറയാൻ കാരണം? യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ നമ്മള് റോമാലേഖനത്തിലും 1 കൊരിന്ത്യർ ലേഖനത്തിലും പഠിച്ചതാണ്. യെരൂശലേമിലെ പല കാരണങ്ങളാൽ അവിടെ വിശ്വാസികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരുന്നു അല്ലെ? ഒന്നാമത് അവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നുണ്ട്, അവിടെ ഒരു ക്ഷാമം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് വായിച്ചു പോകാൻ പെട്ടെന്ന്. അപ്പോസ്തല പ്രവൃത്തി 11:28. അവരിൽ അഗബോസ് എന്നു പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുന്ന ആത്മാവിൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അങ്ങനെ ക്ഷാമം ഉണ്ടായത് കാണുന്നുണ്ട്. പിന്നെ അവര് ക്രിസ്തുവിലായതിനു ശേഷം അവരുടെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. സാമ്പത്തിക സഹായമൊക്കെ നഷ്ടപ്പെട്ട് കാണും. കുടുംബസ്വത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, മറ്റുള്ളവരാൽ പീഡനം അനുഭവിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ പലതരത്തിലും അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ റോമലേഖനത്തിലും കാണുന്നുണ്ട്, ദരിദ്രരായവരെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് ആ ഒരു താഴേക്കിടയിലായിപ്പോയി. അവർക്ക് അന്നത്തെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത രീതിയിലായിപ്പോയ ഒരവസ്ഥയുണ്ട്. അപ്പൊ അവരോട് പൗലോസിനോടും കൂടെയുള്ളവരോടും പത്രോസും കൂടെയുള്ളവരും പറഞ്ഞ് നിങ്ങൾ അവരെ ഓർത്തുകൊള്ളണം, അവരെ സഹായിക്കണം. ഓൾറെഡി പൗലോസ് സഹായിക്കുന്നുണ്ടായിരുന്നു നമ്മളല്ലേ? റോമാലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് അവരെ ഓർത്തുകൊള്ളണം എന്ന് മാത്രം പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യാമെന്ന് പൗലോസ് പറയുകയാണ് ചെയ്തത്. അപ്പം കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാവരുടെയും നമ്മുടെ വിശ്വാസികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു ദേവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ പോക്കറ്റും മാനസാന്തരപ്പെടണം എന്നുള്ള കാര്യം. അപ്പം നമ്മൾ സാമ്പത്തികമായി സഹായിക്കണം. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഐഹിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ നമുക്ക് കൂട്ടാളികളാണെങ്കിൽ അവരുടെ ഐഹിക കാര്യങ്ങൾ നമ്മൾ കൂട്ടാളികളാകുവാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അത് നമ്മൾക്ക് കടമാകുന്നു. നമ്മളെ സഹായിക്കുന്നവരെ സഹായിക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിൽ ദൈവം നമ്മെ സഹായിച്ചു, നാം ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കണം. നമുക്ക് തന്ന് മറ്റുള്ളവർക്ക് കൂടി വേണ്ടാണ്. അപ്പം മനസാന്തരം ഹൃദയത്തിന് മാത്രമല്ല പേഴ്സിനും കൂടെ വേണം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിനും കൂടെ
ബാങ്കിലല്ല, നമ്മുടെ അക്കൗണ്ടിനും കൂടെ ഉണ്ടായിരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത വാക്യം 14-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 2:11. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. നമ്മൾ വായിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നും. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ അറിയാം ഇത് ഏറ്റവും വലിയ ദുരുപദേശത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്നതിന്റെ ഒരു തെളിവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് 11 മുതലുള്ള വാക്യങ്ങളിലെ പൗലോസ് പത്രോസിനെ ശകാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 2 അപ്പോസ്തലന്മാർ തമ്മിലുള്ള സംവാദം, അല്ലെങ്കിൽ നമുക്ക് 2 അപ്പോസ്തലന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയാം. അതും രഹസ്യത്തിലല്ല ചെയ്യുന്നത്, പരസ്യത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനായ പത്രോസിനെ അവിടെ ഏറ്റുമുട്ടുന്നത്. പത്രോസിൽ തെറ്റ് കണ്ടപ്പോൾ മുഖാമുഖം പൗലോസ് പത്രോസിനെ ശകാരിക്കുന്നു. ഈ പൗലോസും പത്രോസും എന്നൊക്കെ പറഞ്ഞു വരുമ്പം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുകൾ ചിലപ്പോൾ മാറിപ്പോകാനായിട്ട് ഇടയുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം എന്തുകൊണ്ടാണ് പൗലോസ് പത്രോസിനെ ശകാരിക്കുന്നതെന്ന് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകാം. 12-ാമത്തെ വാക്യം, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോന്നു. ആരാണ്? പത്രോസ്. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. അപ്പൊ ഇവിടെ പൗലോസ് പത്രോസിനെ ശകാരിക്കുന്നു. പൗലോസിൽ നാം കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആരുടെ പക്കൽ തെറ്റ് കണ്ടാലും അത് മുഖം നോക്കാതെ പറയുന്ന ഒരു സ്വഭാവം പൗലോസിന് ഉണ്ടായിരുന്നു. ഗലാത്യർ 1:10 ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ഞാൻ ക്രിസ്തുവിന് ദാസനായിരിക്കയില്ല. അത് പറഞ്ഞ പൗലോസ് തന്നെ മുഖാമുഖമായിട്ട് പത്രോസിനോട് ഏറ്റുമുട്ടുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പം നമുക്കതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കിയാല്, ഇത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ കൂട്ടത്തിലുള്ളതേ അല്ല. പത്രോസും ഇത് അന്ത്യോക്യയിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്. മറ്റേത് പൗലോസും ബർന്നബാസും തീത്തോസും കൂടെ യെരുശലേമിൽ വന്ന കാര്യമാണ് നമ്മൾ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്. അതിനോട് ഇത് കൂട്ടിക്കുഴയ്ക്കരുത്, ഇത് വേറൊരു അവസരത്തിൽ സംഭവിച്ചതാണ്. ഓക്കെ, ഇത് പത്രോസ് അന്ത്യോക്യയിൽ പോയപ്പോൾ, അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനറിലെ പിസിദ്യയിലെ അന്ത്യോക്യയിൽ പോയപ്പോൾ ഗലാത്യ സഭകള് പിസിദ്യ, അന്ത്യോക്യ, ലുസ്ത്ര, ഇക്കോന്യ, ദർബെ അല്ലെ, ആ അന്ത്യോക്യയിൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ പൗലോസും കൂട്ടരും പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പത്രോസ് എത്തിയപ്പോൾ പത്രോസ് ചില കാര്യങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇത്. മറ്റേ സംഭവത്തോട് ചേർന്ന സംഭവങ്ങളൊന്നും അല്ല. അതുകൊണ്ട് അത് മനസ്സിൽ വയ്ക്കണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചു, ശ്രദ്ധിച്ചു കേൾക്കണം. പത്രോസ് ആദ്യ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം തനിക്ക് ദർശനം കിട്ടിയതിനനുസരിച്ച് താൻ ജാതികളുടെ ഇടയിലൂടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. എങ്കിലും താൻ യഹൂദന്മാരുടെ ഇടയിലാണ് പ്രസംഗിച്ചത്. പക്ഷെ ആ സമയത്തിനുള്ളില് യെരുശലേമിൽ പെന്തക്കോസ്ത് നാളിൽ വന്ന അവിടുന്ന് ക്രിസ്ത്യാനികളായി തീർന്നവരും ഒക്കെ പല സ്ഥലങ്ങളിലേക്കും പോയി അവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയും സുവിശേഷം അങ്ങനെ വ്യാപരിക്കുകയും ചെയ്തു വരുന്നു. അങ്ങനെയാണ് ബർന്നബാസ് യെരുശലേമിൽ നിന്ന് അവിടെ വരികയും നമ്മൾ കാണുന്നുണ്ട്, കിലിക്കയിൽ പോയിട്ട് പൗലോസിനെ വിളിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അങ്ങനെ ബർന്നബാസും പൗലോസും കൂട്ടരുമൊക്കെ അന്ത്യോക്യ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ
അന്ത്യോക്യ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകർ ദൈവത്തിലെങ്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മള് പിന്നെ അത് യെരൂശലേമിൽ അറിവ് കിട്ടി. അപ്പൊ യെരൂശലേമില് ഈ ജാതികളുടെ ഇടയിൽ പരക്കുന്ന സുവിശേഷത്തെ കുറിച്ച് അവർക്ക് അറിവ് കിട്ടിയപ്പോൾ യെരൂശലേമിൽ നിന്ന് പത്രോസ് കൂട്ടരും ഇത് കാണാനായിട്ട് അന്ത്യോക്യയിൽ വരികയാണ് ചെയ്തത്. അപ്പൊ അവിടെയാണ് സംഭവിച്ചത്. അപ്പം ജാതികളുടെ ഇടയിൽ അനേകം ആൾക്കാർ ദൈവത്തെ അറിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടില്ലേ, ആസ്ബറി റിവൈവലിനെ കുറിച്ചൊക്കെ കേട്ടില്ലേ? ഈ ആസ്ബറി റിവൈവൽ നടന്നപ്പം അവിടെ ഉള്ളവർ മാത്രമാണോ അവിടെ പോയത്? പല സ്ഥലങ്ങളിൽ നിന്ന്, അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിൽ നിന്ന് അനേകം ആൾക്കാർ അവിടെ കാണുവാനായിട്ട് പോയി. ചില ചില രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ അവിടെ അത് കാണുവാനായിട്ട് പോയി. നമ്മൾ കേട്ടില്ലേ, നമ്മൾ ന്യൂസിൽ കേട്ടു, നമ്മൾ വായിച്ചു ഒക്കെ കേട്ടു. അതുപോലെ തന്നെ ഇവിടെ ജാതികളുടെ ഇടയിൽ, കാരണം യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ച ആൾക്കാർ ദൈവത്തിങ്കിലേക്ക് വരുന്നതിനേക്കാൾ അധികമായി ദൈവം പ്രവർത്തിച്ചത് ആരുടെ ഇടയിലാ? ജാതികളുടെ ഇടയിലേക്കാ. യഹൂദന്മാർക്ക് കാരണം അവര് ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട്. നമ്മൾ പറയത്തില്ല, ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ദൈവത്തെ അറിയുവാൻ അവർക്ക് വൈമനസ്യമുണ്ട്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോഴും യഹൂദന്മാർക്ക് അങ്ങനെയല്ലേ പ്രശ്നം, അക്സെപ്റ്റ് ചെയ്യാനുള്ള. നമുക്കറിയാം, ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയാൻ എളുപ്പം. പക്ഷെ ദൈവത്തെ അറിയുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ എത്ര പറഞ്ഞാല് മനം തഴമ്പിച്ചു പോയവരാകി അവർ ദൈവത്തിങ്കിലേക്ക് ആ സത്യവചനം അനുസരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് യഹൂദന്മാരിൽ അധികമായിട്ട് ജാതികളുടെ ഇടയിൽ ആ സുവിശേഷം കൂടുതലായി വ്യാപരിച്ചു പോരുന്നത്. അപ്പം ജാതികളുടെ ഇടയിലും ഇങ്ങനെ സുവിശേഷം വ്യാപരിച്ചു പോകുന്നത് കൊണ്ട് ഇപ്പൊ ഒരു വലിയൊരു റിവൈവൽ അവിടെ ഉണ്ടായി കാണും. അത് കേട്ടിട്ട് ഈ യെരൂശലേമിൽ നിന്ന് കുറെ ആൾക്കാർ ജാതികളിലേക്ക് അല്ലെ അന്ത്യോക്യയിലേക്ക് ചെന്നു. ഇപ്പം പൗലോസിന്റെ ഒക്കെ അടുത്ത് പോയി ഇത് കാണുവാനും കേൾക്കുവാനും ഒക്കെ ശ്രമിക്കുകയും അവരുടെ ഇടയിൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ഇവിടെ പറയുന്ന പൗലോസ് ജാതികൾ യാക്കോബിന്റെ അടുക്കുന്ന ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നു പോന്നു എന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം ജാതികളിൽ നിന്നുള്ളവരല്ലേ. അപ്പൊ ആ വിശ്വാസികളായി തീരുന്നവരുണ്ടായിരുന്നപ്പോ അവരോട് കൂടെ കൂട്ടായ്മ ആചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥമുള്ളൂ. കാരണം അവരോട് കൂടെ അപ്പം നുറുക്കിയും അതുപോലെ തന്നെ നോർമൽ ഫെലോഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കാരണം പൗലോസിനോട് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജാതികളും എല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ഒരു പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പൗലോസ് അതനുസരിച്ച് താൻ ജാതികളുടെ ഇടയിൽ വന്നപ്പോൾ താൻ യഹൂദനാണെന്നോ അവര് ജാതികളാണെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ അവരോട് കൂടെ കൂട്ടായ്മ അനുസരിച്ച് പോന്നു. പക്ഷേ പ്രശ്നം വന്നത് എവിടെയാ? ജാതികളിൽ നിന്ന് ചിലർ വന്നപ്പോൾ അവരെ ഭയന്ന് താൻ അത് ചെയ്യുന്നത് നിർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ആ ജൂഡൈസേഴ്സ് അല്ലെ യഹൂദ മതാനുസാരികൾ അവിടെ വരുമ്പോൾ താനെ അവരോട് കൂടെ ചേർന്നുകൊണ്ട് താൻ ഒന്നും ചെയ്തില്ല, ഞാനിങ്ങൊന്നും അറിഞ്ഞതേ ഇല്ല. ചില പിള്ളേരുണ്ടല്ലോ ഈ കുരുത്തക്കേടുകളൊക്കെ കാണിക്കും, അപ്പനും അമ്മയും കണ്ടു കഴിയുമ്പോ എന്താ ചെയ്യുന്നത്? ഞാനിതൊന്നും അറിഞ്ഞുള്ള രീതിയിൽ എവിടെങ്കിലും പോയി വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കത്തില്ലേ? അത് കാര്യമാണ് പത്രോസ് ഇവിടെ ചെയ്തത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റും മനസ്സിലാകാനുണ്ട്. കാരണം പത്രോസ് ചെയ്തതൊക്കെ നല്ലതായിരുന്നു. പൗലോസിനോട് കൂടെയൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു, ജാതികളിലൂടെ കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്തു. കാരണം നമുക്ക് പറയാം, ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചെന്ന് പറയാം, ഒരു കുഴപ്പമില്ല അതിന്. പക്ഷെ അത് അവരെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ പ്രശ്നം അവിടെയാണ് വന്നത്. പൗലോസിനെ പോലെ പത്രോസ് ദൈവത്തെ മാത്രം നോക്കിയില്ല, ഇടയ്ക്ക് മനുഷ്യരിലേക്ക് നോക്കി. നമുക്കറിയാമല്ലോ, പത്രോസിനെ കർത്താവിന്റെ കൂടെ നടന്നു പോയപ്പോഴേ കർത്താവിനോട് പറഞ്ഞു, ഞാനും കർത്താവ് ഇങ്ങനെ വെള്ളത്തിന് മേലെ നടന്നു വന്നപ്പോ ഞാനും നടക്കട്ടെ എന്ന് ചോദിച്ചല്ലേ. നടക്കോളം പറഞ്ഞു, ആദ്യം ഇറങ്ങി കഴിഞ്ഞപ്പോ എന്തോ ഇത് ഇച്ചിരി അപ്പുറത്തോട്ട് നോക്കിയപ്പം താഴോട്ട് പോയി അല്ലേ. അപ്പൊ ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് മറ്റുള്ളവരെ കണ്ടു ഭയന്ന് താൻ അത് ചെയ്യാതെ ഇരുന്നു. അപ്പം ഇവിടെ അത് കണ്ടപ്പോൾ അത് സുവിശേഷത്തിന്റെ സത്യത്തിന് എതിരായിരുന്നു. 12ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ നേരിട്ട് പത്രോസിനെ ശാസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും അവരോടുകൂടെ കഴിച്ചത് മാത്രമേ ഉള്ളല്ലോ, അതായത് ആ സുവിശേഷത്തിന്റെ സത്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പൊ
അപ്പം പൗലോസ് തന്നെയാണ് ഇവിടെ പറയുന്നത്, താൻ ശകാരിച്ചു എന്ന് പറയുന്നത്. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് എഴുതിയത്. അത് എന്നാ നടന്നത് നമുക്ക് ശരിക്കും അറിയത്തില്ല. എങ്കിലും ആ പത്രോസ് ചെയ്തത് സുവിശേഷത്തിന്റെ സത്യത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ പൗലോസ് പത്രോസിനെ ശകാരിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാ നൂറ്റാണ്ടിലും ഉള്ള കാര്യമാണ്. കാരണം ഇത് ലോകത്തിൽ ഏത് നൂറ്റാണ്ടിലും ഇങ്ങനെ അനേകർ കടന്നു വന്നിട്ട് എപ്പോഴും സുവിശേഷ സത്യത്തിന് എതിരായിട്ട്, പത്രോസ് ശരിക്കും സുവിശേഷ സത്യത്തിന് അനുസരണമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ചിലർ വന്നതുകൊണ്ട് പത്രോസും അവരുടെ കപടത്തിൽ വീഴുപോകാൻ ഇടയായി തീർന്നു എന്ന് നമുക്കിവിടെ കാണുവാനായി കഴിയും. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് തെറ്റിക്കുവാൻ ഏത് കാലത്തും അനേകരുണ്ട്. ഇത് സാത്താന്റെ ഒരു തന്ത്രമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്കൊരു വാക്യം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, 2 യോഹന്നാൻ 1:9, 10, 11 വാക്യങ്ങൾ. 2 യോഹന്നാൻ 1:9, 10, 11 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ നമ്മളോടും കൂടെ പറയുന്നതാണ്, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളികൾ. അയ്യോ, ഞാൻ അവരോട് വർത്താനം പറഞ്ഞേ ഉള്ളൂ, ഞാൻ അവരോട് ഇരുന്നാലും കഴിച്ചതേ ഉള്ളൂ, ഞാൻ അവരോട് കൂടെ പോയതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയുന്നവർ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കെടുക്കാൻ പാടില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കർത്താവിന്റെ മക്കളാണ്. കർത്താവിന്റെ കൂട്ടത്തിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ മക്കളോട് മാത്രമേ കൂട്ടായ്മ ആചരിക്കാം. അവരോട് മിണ്ടോ, അവരോട് കൂടെ ജോലി ചെയ്തോ, എന്തെങ്കിലും ചെയ്തോ, പക്ഷെ അവരുമായുള്ള അവരുടെ ഉപദേശത്തിൽ നാം അടിപ്പെടാനായിട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അവരെ ഉപദേശിക്കാം, പക്ഷെ നമ്മൾ അവരുടെ ഉപദേശത്തിലേക്ക് തീരുമെന്ന് കഴിയുമ്പോൾ മാറിപ്പോവുക, അവരോടകന്ന് മാറിയിരുന്ന കർത്താവ് പറയുന്നത് അല്ലേ. നമുക്ക് അങ്ങോട്ടും പിന്നെ വരാം. ഓക്കെ, ഇനി അപ്പം ഏത് കാലത്തും സുവിശേഷകരെ തെറ്റിക്കുന്നത് സാത്താന്റെ ഒരു സ്ഥിര പരിപാടിയാണ്. അപ്പൊ പീറ്ററിനെ അല്ലെങ്കിൽ പത്രോസിനെ ശകാരിച്ച പൗലോസ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ കാരണമുണ്ട്, അതിൽ നമുക്കും പഠിക്കുവാൻ അനേകം കാരണങ്ങളുണ്ട്. 2, 3, 4 കാര്യം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ, സുവിശേഷ സത്യങ്ങൾക്ക് വിരോധമായി എന്ത് കണ്ടാലും അതിനെ കൂട്ടുനിൽക്കരുത്. ഇവിടെ പത്രോസ് വലിയ അപ്പോസ്തലനാണ്, എന്നിട്ടും പൗലോസ് ഒന്നും നോക്കിയില്ല, സുവിശേഷ സത്യത്തിന് വിരോധമായെന്ന് കണ്ടിട്ട് അവരോട് എതിർത്ത് നിന്നു. നാമും അങ്ങനെ കാണുകയാണെങ്കിൽ എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യണം. എതിർത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവരോട് കൂടെ പോകരുത്, മൗനമായിരിക്കുക, മാറി നിൽക്കുക. മൗനമായിരിക്കല്ല, മാറി നിൽക്കുക. ഓക്കെ. രണ്ടാമത്, എത്ര വലിയ നേതാവെന്ന് പറഞ്ഞാലും അവർക്ക് തെറ്റുപറ്റാം. ഒന്നുകൂടെ പറയാം, എത്ര വലിയ നേതാവെന്ന് പറഞ്ഞാലും അവർക്കും തെറ്റുപറ്റാം. കാരണം നാം ബലഹീന മനുഷ്യരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്ന് പറയുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ പൗലോസിലും തെറ്റ് കണ്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം പൗലോസ് തെറ്റില്ലാത്തവനല്ല, പൗലോസിലും തെറ്റ് കണ്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പേഴ്സണലായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ നീ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അനേകരിലെ ദൈവം അനേകരിലെ തെറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് ഒരുപോലെ തന്നെ തെറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ബൈബിൾ എന്ന് പറയുന്നത് ശരികളുടെ പുസ്തകം മാത്രമല്ല, തെറ്റുകളുടെയും കൂടെ പുസ്തകമാണ്. എന്ന് വെച്ചാല് വിശ്വാസികളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ തെറ്റും ശരിയും ഒരുപോലെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറഞ്ഞ്. അത് എഴുതിയത് മനുഷ്യരല്ലാത്തത് കൊണ്ട്. മനുഷ്യരാണെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവർ പ്രസംഗിക്കുമ്പോൾ മറ്റ് ഓപ്പോസിറ്റ് ആൾക്കാരുടെ കുറ്റം പറയും, സ്വന്തം ആൾക്കാരുടെ കുറ്റം പറയോ? ഒരിക്കലും ഇല്ല. അപ്പം വചനം ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയത് മനുഷ്യരുടെ ബുദ്ധിക്കനുസരിച്ച് എഴുതി അല്ലാത്തത് കൊണ്ട് അത് സത്യവചനം യഥാർത്ഥമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും കുറ്റം പറഞ്ഞു. നമുക്കറിയാമല്ലോ, അബ്രഹാം തെറ്റ് ചെയ്തു അല്ലേ, അത് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മോശ തെറ്റ് ചെയ്തു,
അത് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാവീദ് നമ്മുടെ പറയത്തില്ലേ, ഇസ്രായേലിന്റെ മധുര ഗായകന, ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നവനൊക്കെ പറയുന്നല്ലേ, ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാലും ദൈവം കണ്ണടച്ചോ? ഇല്ല. അതുപോലെ ദാവീദിന്റെ കുറ്റം എഴുതി വെച്ചിട്ടുണ്ട്. മോശയെ പോലുള്ള ഒരു പ്രവാചകൻ വേറെ ആരുമില്ലെന്ന് പറഞ്ഞ ദൈവം തന്നെ മോശയുടെ കുറ്റവും അവിടെ ദൈവാത്മാവിനാൽ എഴുതി വെച്ചിട്ടുണ്ട്. അബ്രഹാം ആരായിരുന്നു? വിശ്വാസികളുടെ പിതാവായിരുന്നു. നമ്മുടെ എല്ലാം പിതാവ് അബ്രഹാമാ, അല്ലെ? ആ അബ്രഹാമിന്റെ കുറ്റവും വചനത്തില് തെറ്റും വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വചനം എന്ന് പറയുന്നത് ശരിയുടെ മാത്രം പുസ്തകമല്ല. വചനം ശരിയാണ്, പക്ഷെ ശരി മാത്രം എഴുതി വെക്കുന്ന പുസ്തകമല്ല, മനുഷ്യരുടെ തെറ്റുകളും എഴുതി വെക്കുന്ന പുസ്തകമാണ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇനി നാലാമതായിട്ട്, ഒരു ദൈവ പൈതൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകരുതേ. നാം പ്രസാദിപ്പിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ്. അപ്പൊ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ എന്തോ ഇവിടെ പത്രോസ് ചെയ്തത്? മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കിയല്ലേ? പക്ഷെ പൗലോസ് ചെയ്തത് പത്രോസിനെ പ്രസാദിപ്പിക്കാൻ നോക്കിയില്ല. പത്രോസ് വലിയ ആളാന്ന്, പൗലോസ് ഒന്ന് ചെറിയ ആളാ. പക്ഷെ പൗലോസ് മുഖം ഒന്നും നോക്കിയില്ല, ഞാൻ ആരാണെന്നൊന്നും പുള്ളി നോക്കിയില്ല, പുള്ളി വിളിച്ചു പറഞ്ഞു. അതാണ് കാണേ. പിന്നെ അഞ്ചാമത്തെ കാര്യം, പലതിനും കണ്ണടച്ചു കളയുന്ന സ്വഭാവം നമ്മൾ ഉണ്ടാകരുത്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ മറ്റുള്ളവരാരും കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് പാല് കുടിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലാണ്, മറ്റൊരു ജീവിതത്തിലാണേലും തെറ്റെന്ന് പറയുന്നിടത്ത് തെറ്റ് പറയുവാനും ശരിയെന്ന് പറയുന്നിടത്ത് ശരി പറയുവാനുള്ള മനോധൈര്യം ഉണ്ടായിരിക്കണം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുമ്പോൾ നാം ചെയ്യുക, അല്ലാതെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ 3-4 കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. ഈ ഒരു ചെറിയ വാക്യമാണെങ്കിൽ തന്നെയും അതിൻ്റെ ഇടയിൽ അനേകം സുവിശേഷ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, സുവിശേഷ സത്യത്തിന് വിരോധമായി എന്ത് കണ്ടാലും നാം അതിന് കൂട്ടുനിൽക്കരുത്. നാം എത്ര വലിയവരാണെന്ന് നമുക്ക് തോന്നിയാലും, അല്ലെങ്കിൽ മറ്റുള്ളവർ വലിയവരാണെങ്കിലും ആരാണെങ്കിലും ആരിലും തെറ്റ് കാണാം. നാം ബലഹീനരാണ്. അതുകൊണ്ട് നമ്മളും വഴുതി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഴാതെ വണ്ണം സൂക്ഷിച്ചു നമ്മെ മഹിമാസനത്തിൽ നടത്തുവാൻ തക്കതായ ആ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്. എല്ലാം നമുക്കുള്ളത് തന്നെയാണ്, എങ്കിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ദൈവത്തിന്റെ ആ വലത് കൈ പിടിച്ചുകൊണ്ട് പോവുക. കാരണം വീഴയുടെ പുസ്തകത്തില് വീണ അനേകർ, ഒരു സമൂഹത്തിന്റെ പേര് പറയുന്നുണ്ട്, ജാതികളുടെ പേര് പറയുന്നുണ്ട്, ദൂതന്മാരുടെ പേര് പറയുന്നുണ്ട്, വലിയ ആൾക്കാരുടെ ഒക്കെ പേര് പറയുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വീണു പോയെങ്കിൽ ബലഹീനരായ നമുക്കും വീഴാം. അതുകൊണ്ട് അവസാന വാക്യം യൂദായുടെ ലേഖനത്തിൽ എങ്ങനെ വന്നത്? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ മഹിമാസനത്തിൽ നാന്യത്തോട് നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് മാത്രമേ നമുക്ക് വീഴാതെ വണ്ണം കാക്കാനായിട്ടുള്ളൂ. വീഴാതിരിക്കുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. അത് വീഴാതെ നിൽക്കുവാനായിട്ട് വീഴാത്തവനെ പിടിക്കുക. മനുഷ്യരെല്ലാം വീണുപോകും, സാഹചര്യങ്ങൾ മാറിപ്പോവും, ഭൂമി മാറും, ആകാശം മാറും, മാറ്റമില്ലാത്ത ദൈവം മാത്രമുണ്ട്. അതുകൊണ്ട് മാറ്റമില്ലാത്തവനായ ദൈവത്തിൽ മാത്രം പിടിക്കുക, ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഈ പറഞ്ഞ ബൈബിൾ ശരിയും തെറ്റും ഒരുപോലെ മനുഷ്യന്റെ ബലഹീനതകളും ഉയർച്ചകളും മഹത്വവും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ബൈബിൾ വിശ്വസനീയ പുസ്തകമാണ്, മനുഷ്യരുടെ കൈകളാൽ എഴുതപ്പെട്ടതല്ല. പിന്നെ നമ്മള് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. നമുക്ക് 2 തോണിയിൽ കാലി കെട്ടാൻ കഴിയത്തില്ല. മനുഷ്യരെയും പ്രസാദിപ്പിക്കാൻ കഴിയില്ല, ദൈവത്തെ ഒരുപോലെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. നമ്മൾക്ക് ഒരാളെ മാത്രമേ പ്രസാദിപ്പാൻ കഴിയത്തുള്ളൂ. ഓക്കെ, രോമലേഖനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ദൈവരാജ്യത്തിലുള്ളവർ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവത്തെ പ്രസാദിക്കുന്നവരാണെങ്കിൽ മനുഷ്യർക്ക് കൊള്ളാവുന്നവരാകും. അത് അതിനകത്ത് തന്നെ ഉള്ളതാണ്. ഓക്കെ, ഇനി പലതിനും കണ്ണടച്ചു കളയുന്ന സ്വഭാവം നമ്മൾ ആരിലും ഉണ്ടായിരിക്കട്ടെ. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത വാക്യം നമ്മൾ വായിച്ചതാണ്. യാക്കോബിന്റെ അടുക്കൽ നിന്നും ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോൾ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു നിന്നു. പത്രോസ് ആദ്യമായി അന്ത്യോക്യയിൽ വന്നപ്പോൾ താൻ ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുസരിച്ച് ജാതികളോടുകൂടെ പോന്നു. കാരണം എല്ലാം പത്രോസിനോട് ദൈവം പറഞ്ഞു, എല്ലാം മലിനം ഒന്നുമല്ല, എല്ലാം ദൈവശുദ്ധീകരണത്തിൽ നീ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ഒന്നാണ് എന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുസരിച്ച്, കാരണം അകത്ത് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധരാക്കുന്ന, പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഒന്നും അതിൽ തന്നെ മലിനമല്ല, അല്ലെ എന്ന് റോമാലേഖനത്തിലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജാതികളോടുകൂടെ ഭക്ഷണം കഴിച്ചു പോന്നു. അപ്പൊ നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു പോന്നു. പിന്നീട് യെരുശലേമിൽ നിന്ന് യാക്കോബിന്റെ അടുക്കൽ നിന്നും എന്ന ചിലർ
അവിടെ പറയുന്ന പേര് പറഞ്ഞിട്ടുള്ള ആരാന്ന് ചിലർ, അത് യഹൂദ മതാനുസാരികളാണ്. വന്നപ്പോൾ താൻ അവരെ ഭയപ്പെട്ട് ജാതികളോട് കൂടെ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ആചരിക്കുന്നത് ഒഴിവാക്കി. അപ്പൊ യാക്കോബിന്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ ആരാണ്? ഏത് യാക്കോബാണ്? യേശുവിന്റെ സഹോദരനായ യാക്കോബ്. നമ്മൾ വായിച്ചു, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. അന്ന് പണ്ട് യാക്കോബ് കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല എങ്കിലും ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം തനിക്ക് ഒരു ദർശനം ഉണ്ടാകുകയും അതിനുശേഷം കർത്താവിനെ അറിയുകയും കർത്താവിന്റെ ദാസനായി തീരുകയും സുവിശേഷം പ്രചരിക്കുകയും ചെയ്തു. അന്ന് താനെ യെരുശലേമിലെ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ തൂണുകളായി എണ്ണപ്പെട്ട് പത്രോസ്, അങ്ങനെ അവര് മൂപ്പനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വന്നാറേ, യഹൂദ പശ്ചാത്തലത്തിലുള്ള, കാരണം അവര് ജാതികളിൽ നിന്ന് പൗലോസ് പിന്മാറുവാനായിട്ട് കാരണം തന്നെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ചിലർ വന്നിട്ട് അവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ആയിരുന്നു എങ്കിലും ശരിയായ മാനസാന്തരം പെട്ടവരായിരുന്നില്ലായിരിക്കും. കാരണം ചില സ്ഥലങ്ങളിലൂടെ അവർക്ക് മാനസാന്തരം ആവശ്യമായിരുന്നു. അപ്പൊ അവര് മോശയുടെ ന്യായപ്രമാണത്തിലെ സത്യങ്ങളെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നവരായിരുന്നു. അപ്പം അങ്ങനെ അവർ വന്നപ്പോൾ യഹൂദന്മാരെ കണ്ട് ഭയപ്പെട്ട് പൗലോസ് വിചാരിച്ച് കാണും, ജാതികളോടുകൂടെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മൂലം അവര് തിരിച്ച് യെരുശലേമിൽ, കാരണം പൗലോസ് ഇനി ജാതികളുടെ കൂടെ നിൽക്കാനല്ലല്ലോ, പൗലോസ് തിരിച്ച് യെരുശലേമിലേക്ക് പോകണമല്ലോ, ഒരു വിസിറ്റിന് വേണ്ടി വന്നതല്ലേ. അപ്പൊ തിരിച്ച് താൻ അവിടെ ചെല്ലുമ്പോൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. താൻ ഓൾറെഡി ലീഡറാണ് അവിടെ അല്ലേ, ആ ലീഡറായ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേര തെറിക്കുന്ന പണിയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് താന് അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി താൻ ജാതികളോട് കൂടെ കഴിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുന്നത് നിർത്തിയിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ മറ്റുള്ളവരോട് കൂടെ ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം യഹൂദ മതാനുസാരികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പത്രോസ് ജാതികളോട് കൂടെ കഴിക്കുന്നത് നിർത്തുവാനായിട്ട് തുടങ്ങി. പത്രോസ് അങ്ങനെ ചെയ്യരുതായിരുന്നു. താൻ ചെയ്യുന്ന ശരിക്കും തെറ്റാണ്. കാരണം കർത്താവ് പത്രോസിനോട് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് ചെയ്യരുന്ന? 3 പ്രാവശ്യം പറഞ്ഞല്ലേ? ദർശനത്തിൽ ഒന്നല്ല 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് പോലും തനിക്ക് സത്യം അറിയാഞ്ഞിട്ടല്ല, താൻ സത്യം അറിഞ്ഞിരിക്കെ ആ സത്യത്തിൽ നിന്ന് വേർപെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ആ സംഭവം ഒന്നുകൂടെ വായിച്ചു പോകാം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു പോയത് പത്രോസിന് എങ്ങനെയാ ദർശനം ഉണ്ടായെന്ന്. അത് പെട്ടെന്ന് ചില വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 10:11. അപ്പോസ്തല പ്രവൃത്തി 10 ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. പത്രോസിനുണ്ടായ ദർശനം. ആകാശം 11-ാമത്തെ വാക്യം. ആകാശം തുറന്നിരിക്കുന്നു, വലിയൊരു തൂപ്പെട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നോ ഞാൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. അങ്ങനെ 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും ഉണ്ടായി. 16-ാമത്തെ വാക്യം. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പം അങ്ങനെ ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നലിയോസിന്റെ അടുക്കൽ നിന്ന് ആൾക്കാർ വരികയും പിന്നെ പത്രോസിന് മനസ്സിലായി ഇത് തന്നെ ജാതികളിലേക്ക് ദൈവം അയക്കുക എന്ന് മനസ്സിലായിട്ട് താൻ അവരോടുകൂടെ പോവുകയും ചെയ്തു. അപ്പൊ എന്നിട്ട് നമുക്ക് 27-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊർന്നലിയോസിന്റെ വീട്ടിൽ എത്തിയ സംഭവമാണ്. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്തിയെന്നു കൊർന്നലിയോസിനോട് അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ശ്രദ്ധിച്ചു കേൾക്കണം, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ജാതികളോടാ പറയുന്നത്, കൊർന്നലിയോസിന്റെ വീട്ടിലുള്ളവരോടാ പറയുന്നത്, നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പറഞ്ഞതല്ല, കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? താൻ ഒരിക്കലും ചെയ്യേണ്ടതല്ലായിരുന്നു. തന്നോട് 3 പ്രാവശ്യം പറഞ്ഞ ദൈവത്തെ
നിഷേധിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് വിശ്വാസത്തിന്റെ സുവിശേഷ സത്യം തെറ്റിക്കുകയാണ് പൗലോസ് അവിടെ ചെയ്തത്. നമ്മൾ വിചാരിക്കുമോ ജാതികളോട് തിന്ന് അത് കഴിഞ്ഞ് നിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സുവിശേഷന്റെ സത്യത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പത്രോസ് ആയിത്തീരുകയാണ് ചെയ്തത്. അപ്പം താന് അത് തെറ്റ് ചെയ്തു. ഇനി അടുത്തത്, പൗലോസിനെ ശരിക്കും പത്രോസിനെ ശരിക്കും അറിയാമായിരുന്നല്ലോ താൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നിട്ടും അത് താൻ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ പിന്നെ വെറുതെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നും വരികയില്ല, അവര് മാത്രമേ തെറ്റിപ്പോകത്തുള്ളൂ അല്ലേ. പക്ഷെ ഒരു ലീഡർ തെറ്റ് ചെയ്ത് തന്നെ കുഴപ്പം വരുന്നത്. നേതൃത്വ സ്ഥാനത്തോട് തെറ്റ് ചെയ്ത കൂടെ ഉള്ളവരെല്ലാവരും പിന്മാറി പോകാനായിട്ട് ഇടയായി തീർന്നു. അത് ഒരിക്കലും ഒരു ശുശ്രൂഷകന് ചേരുന്ന സ്വഭാവമായിരുന്നില്ല. നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും, സാധാരണ മനുഷ്യന് കുറ്റം ചെയ്യുന്നതിൽ അധികമായിട്ട് ശിക്ഷ കിട്ടുന്ന ആർക്കാ? ലീഡർ തെറ്റ് ചെയ്താൽ അല്ലേ. നമുക്ക് ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിലോടൊന്ന് പോയാലേ 40 വർഷം ഈ ഇസ്രായേൽ ജനം മുഴുവനും പാപം ചെയ്തു അല്ലേ. അവര് വിഗ്രഹാരാധികളായി, ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തിന് നേരെ പെറുപെറുത്തു, അവര് ദൈവത്തോട് എതിർത്ത് നിന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഈ 40 വർഷം ദൈവം അവരോട് ക്ഷമിച്ചില്ലേ അല്ലേ. അവരോട് കൂടെ ഇരുന്നു. എങ്കിൽ നിങ്ങളോട് കൂടെ പോകുന്നില്ലെന്ന് അന്നേരം ദൈവത്തിന് പറയുന്നു. പക്ഷെ അവരോട് കൂടെ ദൈവം കൂടെ ഇരുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ നിവർത്തിക്കേണ്ടതിന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിലൊന്നും മോശ ഇടപെട്ടില്ലേ. എപ്പോഴും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കമണ്ണ് വീണ് കിടക്കുന്ന ഒരു മോശ അഹരോനെ നാം കാണുന്നത് അല്ലേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, മോശ ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ. എന്തോ ചെയ്തേ? പാറയെ അടിക്കാൻ കൽപ്പിച്ചപ്പോ എന്തോ ചെയ്തു? പാറയോട് പറയാൻ കൽപ്പിച്ചപ്പം ഒരു പ്രാവശ്യം പാറയെ അടിക്കാൻ കൽപ്പിച്ചു, അത് മോശ ചെയ്തു. പക്ഷെ ഒരു പ്രാവശ്യം ദൈവം പറഞ്ഞു പാറയോട് കൽപ്പിപ്പാൻ പറഞ്ഞു അല്ലേ. മോശ എന്തോ ചെയ്തേ? പാറയെ അടിച്ചു. ആ ഒരു കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ എന്തോ പറ്റിയത്? കനാനിലേക്ക് പ്രവേശനം ലഭിക്കേണ്ട മോശയെ ദൈവം അനുവദിച്ചില്ല. നീ മുമ്പ് ഒന്ന് കണ്ടോ, വേണമെങ്കിൽ അങ്ങേ അറ്റത്ത് നിന്ന് കണ്ടോ എന്ന് പറഞ്ഞു. കാരണം ദൈവം അവിടെ അനുവദിച്ചായിരുന്നെങ്കിൽ അനേകര് ആ തെറ്റിലൂടെ അകപ്പെടാനായിട്ട് ഇടയായിത്തത്. അതുകൊണ്ട് ലീഡർമാർക്കാണ് കൂടുതൽ ശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ തെന്നിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്തത്. പക്ഷെ അത്രയും ബോധം പത്രോസിന് അന്ന് ഇല്ലായിരുന്നു അല്ലെ. അതുകൊണ്ട് മോശയ്ക്ക് പറ്റിയത് നമുക്ക് എപ്പോഴും ദൃഷ്ടാന്തമായി നമ്മുടെ കൺമുമ്പിൽ ഇരിക്കണം. കാരണം പൗലോസ് തന്നെ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, അത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കും. കാരണം തിരുവഴുത്തുകളെല്ലാം തിരുവചനത്തില് ഉൽപ്പത്തി മുതൽ റെവലേഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ പല മനുഷ്യരുടെ ഉയർച്ചയും എഴുതി വെച്ചിട്ടുണ്ട്, പല മനുഷ്യരുടെയും താഴ്ചയും എഴുതി വെച്ചിട്ടുണ്ട്. താഴ്ചകളെല്ലാം നമുക്ക് ദൃഷ്ടാന്തം, നമ്മൾ അവരെ പോലെ ആകാതിരിക്കാനും, ഉയർച്ചകളെല്ലാം നമ്മൾ അവരുടെ മാതൃക കണ്ടു പഠിക്കുന്നതിനും എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ നമ്മൾ ആ തെറ്റിപ്പോയവരുടെ തെറ്റിലേക്ക് പോകാനല്ല, നാം തെറ്റു തിരുത്തി അവർക്ക് തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് നമ്മൾ വരാതിരിക്കാനും, മറ്റുള്ളവർ ദൈവത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ആ അനുസരണം നമ്മൾ ഉണ്ടാകുവാനും വേണ്ടിയാണ് ദൈവാത്മാവ് തെറ്റും ശരിയും ഒരുപോലെ തെറ്റും ശരിയെന്നല്ല, മനുഷ്യരുടെ തെറ്റുകളും ശരികളും ഒരുപോലെ ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഒരു ലീഡറായിരുന്നു താൻ, ഒരു ശുശ്രൂഷ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. പത്രോസ് അങ്ങനെ തെറ്റ് ചെയ്തു. അപ്പൊ ഒരു ലീഡർ തെറ്റിയാൽ മറ്റുള്ളവരും അവരുടെ തെറ്റിൽ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ലേഖനത്തില് ഇങ്ങനെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ അവിശ്വാസികളോട്, അത് പഴയ നിയമത്തിൽ നിന്നുള്ളൊരു കോട്ടാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലപ്പിണ കൂടരുത്, അവരോട് ചേർന്ന് നിൽക്കരുത്, അവരിൽ നിന്ന് അകന്നു മാറുകയെന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ ജൂഡായിസേഴ്സിനോട് മാറി നിൽക്കേണ്ട പത്രോസ് അവരോട് കൂടെ ചേർന്ന് നിന്നു. ദൈവത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ തെറ്റ് ചെയ്യുക, ദൈവത്തിൽ മാറി എന്ന് പറയില്ല, ദുരുപദേശത്തിലേക്ക് വീണു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്ന് വായിക്കാൻ നമുക്ക് 2 കൊരിന്ത്യർ 6:14. നമ്മൾ വായിച്ചതാണല്ലോ, 2 കൊരിന്ത്യർ പഠിച്ചതാണല്ലോ. 2 കൊരിന്ത്യർ 6:14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർത്ത, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും എന്തൊരു പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ.
അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് ആരാ പറഞ്ഞേ? സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. പത്രോസും പൗലോസും ഒന്നുമല്ല പറഞ്ഞ്, സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. അവരിൽ നിന്ന് അകന്നു മാറുവീൻ. വിഗ്രഹാരാധന വിട്ടോടുവൻ, ദുർമാർഗം വിട്ടോടുവൻ എന്നൊക്കെയാ പറയുന്നത്. ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വിട്ടു മാറുവീൻ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഞാനിങ്ങനെ വായിച്ചത് ഇങ്ങനെ ഒരു കാര്യം വായിച്ചു. ദ സിൻസ് ഓഫ് ടീച്ചേഴ്സ് ആർ ദ ടീച്ചേഴ്സ് ഓഫ് ദ സിൻ. മലയാളം പറഞ്ഞാൽ ഉപദേശകന്മാരുടെ തെറ്റുകൾ എന്ന് പറയുന്ന തെറ്റുകളുടെ ഉപദേഷ്ടാക്കന്മാരാണ്. ഒന്നുകൂടെ പറയാം, ഉപദേഷ്ടാക്കന്മാരുടെ തെറ്റുകൾ എന്ന് പറയുന്ന തെറ്റുകളുടെ ഉപദേഷ്ടാക്കന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ചെറിയ മരം വീണ് കഴിഞ്ഞാൽ അതിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ, അതൊരു സടിലം കിടന്നോളും. പക്ഷെ ഒരു വലിയ മരം വീണ് കഴിഞ്ഞാല് എന്താ പ്രശ്നം വരുന്നേ? അടിയിലുള്ള എല്ലാ മരങ്ങളും നശിക്കും, സമൂഹത്തിന് മുഴുവൻ പ്രശ്നമാവും, കറണ്ട് പോവും, എല്ലാം പോവും, എല്ലാ കാര്യങ്ങളും പോവും. അപ്പൊ ഒരു മരം, ചെറിയ മരം വീണാൽ കുഴപ്പമില്ല, വലിയ പ്രശ്നം ആ മരത്തിന് പ്രശ്നം വരത്തുള്ളൂ, അടുത്തുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരത്തില്ല. വലിയ മരം വീണ് കഴിഞ്ഞാൽ അവിടെ എല്ലാം നശിപ്പിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ലീഡേഴ്സിന്റെ തെറ്റുകള് ഭയങ്കര കുറ്റം ആണ്. കാരണം അവര് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരും കൂടെയുള്ളവരും തെറ്റിപ്പോകാനായിട്ട് ഇടയായി. ഇവിടെ പത്രോസ് വലിയൊരു ലീഡർ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് കൂടെ കുറെ പേരും കൂടെ പോകുവാനായിട്ട് ഇടയായി തീർന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയണേ. പിന്നെ അടുത്തത്, എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള ആ തത്വം പത്രോസ് മറന്നു കളഞ്ഞു. കാരണം എല്ലാരും ഒന്ന് തന്നെയല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് അല്ലേ. നമ്മൾ വായിക്കുന്ന കൊരിന്ത്യർ 2:12-13, കൊരിന്ത്യർ 12:13, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ സ്നാനമേറ്റി എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പം ദേശീയമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, വസ്ത്രരീതികൾക്ക് വ്യത്യാസമുണ്ട്, ആഹാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കേണ്ട എല്ലാവർക്കും അങ്ങനെയായി തീർന്നു, ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരോടുകൂടെ ഭക്ഷണം കഴിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്നും മാറിപ്പോകരുത്. എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരും യഹൂദന്മാരിൽ വിശ്വാസത്തിൽ വന്നവരും ഒന്നാണ്. പത്രോസ് ഇപ്പം ചെയ്തത് എന്താ? പത്രോസ് ചെയ്തു വന്ന കാര്യം മാറ്റിയിട്ട് യഹൂദന്മാരെ ഭയപ്പെട്ട് പിന്മാറി നിന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അഗ്രചർമ്മക്കാരായ വിശ്വാസികളോട് കൂടെ ഭക്ഷണം കഴിക്കുന്ന നിരസിക്കലോടെ ക്രിസ്തുവിന്റെ എല്ലാവരും ക്രിസ്തുവിന്റെ വിശ്വാസികളാണെങ്കിലും പത്രോസ് ഇപ്പൊ അവരെ ജാതികൾ എന്ന കൂട്ടത്തിൽ എണ്ണി അല്ലെ. കാരണം നമ്മൾ മുമ്പേ വായിച്ചു, യഹൂദന്മാർക്ക് ജാതികൾ എന്ന് പറയുന്നത് നിഷിദ്ധമാണ് അല്ലെ. അങ്ങനെ വരുമ്പോഴേ ഇപ്പം പത്രോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പത്രോസ് ജാതികളിൽ നിന്നും അവരോടുകൂടെ ഒന്നിച്ചു കഴിച്ചു. കാരണം ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാ, ഒരേ സ്വാതന്ത്ര്യം, ഒരു കുഴപ്പമില്ല. പക്ഷെ യഹൂദന്മാരെ പേടിച്ച് ചില യഹൂദ മതാനുസാരികൾ വന്നപ്പോൾ അവരിൽ നിന്നും മാറി നിന്നു. എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജാതികൾ വേറെ ആൾക്കാരാ, അവര് സാധാരണ മനുഷ്യരാ, ഞങ്ങൾ യഹൂദന്മാരാ, ഞങ്ങള് ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാ അല്ലെ. അവര് ആ ഏക ശരീരം, ഞാൻ സഹോദരൻ എന്നുള്ള ചിന്ത മാറ്റി വെച്ചേച്ച് അവരെ വേറൊരു ആൾക്കാരായിട്ട്, വേറൊരു തരം എല്ലാം യഹൂദന്മാര് പണ്ട് ജാതികളെ കാണുന്ന നിലയൊക്കെ അവരെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവരിൽ നിന്നങ്ങ് മാറിയുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ. അപ്പൊ ആ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കാൾ മോശയിക അനുഷ്ഠാനങ്ങൾക്ക് ഇപ്പൊ പത്രോസ് പ്രാധാന്യം കൊടുത്തു. കാരണം മോശയുടെ അനുഷ്ഠാനം എങ്ങനാ? ജാതികൾ വേറെയാണ്, ക്രിസ്ത്യാനി അല്ല. മോശയുടെ അനുഷ്ഠാനം അനുഷ്ഠിക്കുന്നവർ പറയുന്നത് ക്രിസ്ത്യാനി ആകേണ്ടതിന് മാത്രം ചില സംഗതികളും കൂടെ അനുഷ്ഠിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം പത്രോസ് ഇപ്പൊ അവരോട് കൂടെ തീർന്നു. കാരണം പത്രോസും എന്താ പ്രസംഗിച്ചിരുന്നത്? വിശ്വാസമുള്ള നീതീകരണം. പൗലോസും അത് തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പത്രോസ് ഇവിടെ വന്നപ്പം മാറിപ്പോയി. കാരണം ചിലരെ ഭയന്ന് അത് മാറിപ്പോയി. കാരണം അല്ലെങ്കിൽ അവർക്ക് കൂട്ടായ്മയുടെ വലങ്കൈ കൊടുത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് പറയാം. പക്ഷെ അവരോട് കൂടെ ചേർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ജാതികളോട് കൂടെ കഴിക്കുന്ന അങ്ങ് നിർത്തി. കാരണം ജാതികൾ
വേറെ ആൾക്കാര് ഞങ്ങൾ അവരുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ആയിത്തീർന്നു. കാരണം യെരുശലേമിലെ യഹൂദന്മാരോട് മാത്രം സഹകരിച്ചുകൊണ്ടിരുന്ന പത്രോസ് ഇവിടെ വന്നപ്പോൾ ജാതികളോട് സഹകരിച്ചു. പക്ഷെ യഹൂദന്മാർ വന്നപ്പം അവരിൽ നിന്ന് മാറിപ്പോയി. ഈ ശരിക്കും ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ചല്ലെങ്കിലും ഞാൻ ഒരു വാക്യം വായിക്കാം. നാം എന്തെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നാം സുവിശേഷ സത്യത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാല് നാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിത്തീരും. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം ആണ് പറയുന്നെങ്കിലും അത് ഈ കോണ്ടെക്സ്റ്റ് അല്ല എങ്കിൽ തന്നെയും 1 കൊരിന്ത്യർ 1 കൊരിന്ത്യർ അല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു പോകാം. റോമാലേഖനം 1 കൊരിന്ത്യർ തന്നെയാണ്. ഓക്കെ, 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു പോകാം. ഓക്കെ, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം. 1 കൊരിന്ത്യർ 8 അധ്യായം 9-ാം വാക്യം. ഈ എല്ലാം കൂടെ പഠിക്കുന്നതുകൊണ്ട് മിക്സ്ഡ് ആയി പോവാണ്. സ്തോത്രം. എനിവേ, 1 കൊരിന്ത്യർ 8:9. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കരുത്. വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത്, വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിനെ കുറിച്ച്. 10-ാമത്തെ വാക്യം. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കിയില്ലയോ? നമ്മളുടെ വാക്യം 11. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ഇവിടെ എന്താ? നാം അവരുടെ മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. അപ്പം പത്രോസ് ഇവിടെ ചെയ്തത് എന്താ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ റോമാലേഖനം 14-ാം അധ്യായം വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ച് തന്നെയാണ്, ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം ക്രിസ്തുവിനെ തള്ളി പറയുന്ന അവസ്ഥയിലായിത്തീർന്നു. ഗലാത്യലേഖനം 5:1 എങ്ങനെയാ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിനാൽ അതിൽ ഉറച്ചു നിൽപ്പൻ, അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് പറയാം. ഇവിടെ പത്രോസ് ചെയ്ത ക്രിസ്തുവിനെ തള്ളി പറയുന്ന അവസ്ഥയിലായി. അതുപോലെ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു, പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തി അതായിരുന്നു, തള്ളി പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്, ആ വേറൊരു അടിമത്തത്തിലേക്ക് ആയിത്തീർന്നു. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ മാറി വേറൊന്നതിന് അടിമയായി പോകാനായിട്ട് ഇടയായി തീർന്നു. ഓക്കെ, നമുക്ക് അധികം സമയമില്ല. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഈ വാക്യം തീർക്കാം. ഇനി നോക്കട്ടെ, 5 മിനിറ്റ് കൂടെ ഉള്ളല്ലേ? നോക്കാം, 5 മിനിറ്റ് കൊണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഇനി 6-മതായിട്ട്, പരിച്ഛേദനക്കാരെ ഭയന്ന് പത്രോസ് താൻ ചെയ്തതെന്ന് പിന്മാറി. അപ്പൊ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു അറിവിൽ നിന്ന് താൻ മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പം യെരുശലേമിൽ താൻ ലീഡർ ആണല്ലോ, അവിടെ ചെല്ലുമ്പോഴേ തന്റെ ആ ലീഡർഷിപ്പിന് ബുദ്ധിമുട്ട്, കസേര തെറിക്കും എന്നുള്ള പ്രശ്നം ഉണ്ടായിരിക്കാം. താൻ ഇനി എങ്ങനെയാ മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നുള്ള അവര് പത്രോസിനെ കുറ്റം പറയും എന്നുള്ള അവസ്ഥ അറിഞ്ഞിട്ട്, നമുക്കറിയാം പത്രോസിന് പല സമയത്തും യഹൂദന്മാർ പത്രോസിനെ ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പോകാം. അത് കാരണം ആ ഒരു പേടി തന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് താൻ കൂടുതലും ഭയപ്പെടുവാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായവും പിന്നെ 11-ാം അധ്യായത്തിലും ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 15-ാം അധ്യായത്തിന്റെ 1. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും മറ്റു ചിലരും കൂടെ യെരുശലേമിലേക്ക് പോയി. അത് യെരുശലേം കൗൺസിലിനെ കുറിച്ചാണ് യഹൂദയിൽ നിന്ന് വന്ന യഹൂദ മതാനുസാരികൾ പറഞ്ഞു. പക്ഷെ 5-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റു, അവർ പരിച്ഛേദന കഴിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുക. കാരണം അതൊരു ലോബിയായിരുന്നു, അതൊരു വലിയൊരു കൂട്ടമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. പരീക്ഷ പക്ഷത്തുള്ള അവര് ലീഡേഴ്സ് ആയിരിക്കാം അങ്ങനെ ഇടയിലുള്ള, അങ്ങനെ ലീഡേഴ്സ് ഒക്കെ വന്ന് പറയുമ്പോൾ പത്രോസിന് ഭയം ഉണ്ടായിരുന്നു, താൻ വീണ്ടും യെരുശലേമിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതാണ്. പിന്നെ വേറൊരു അനുഭവം 11-ാം അധ്യായത്തിൽ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 11-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കാം.
കാരണം കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആ സുവിശേഷം അറിയിച്ചതിന് ശേഷം പത്രോസ് പിന്നെ യഹൂദന്മാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ പൗത്രോസിനോട് എതിർത്ത് നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 11:1 ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദരുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ അഗ്രജന്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ വെറുതെ വായിച്ചു പോകുന്ന വാക്യങ്ങളാണെങ്കിലും പത്രോസിന് ഓൾറെഡി 1-2 പ്രാവശ്യം താക്കീത് കിട്ടിയതാ. അപ്പം ഇനിയും അങ്ങനെ പത്രോസിന് പേടിയുണ്ടായി. അതുകൊണ്ട് പത്രോസ് അവരെ ഭയപ്പെട്ട് പിന്മാറി നന്നു എന്നാണ് കാണുന്നത്. പക്ഷെ നമുക്ക് കാണുന്നത് ഇങ്ങനെ പൗത്രോസിന്റെ എതിർത്തിയാട്ടമായിരിക്കാം എങ്കിലും പൗലോസ് പത്രോസിനോട് എതിർത്ത് നിന്നതായിട്ടാണ് കാണുന്നത്. കാരണം പൗലോസ് ഒരു മൈനോറിറ്റി അല്ലേ, പൗലോസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പത്രോസിന്റെ കൂടെ യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അന്ന് പത്രോസ് എന്ന് പറയുന്ന വലിയൊരു ലീഡർ ആയിരുന്നു. പൗലോസ് എന്ന് പറയുന്ന ചെറിയൊരു ലീഡർ ആയിരുന്നു. കാരണം അന്ന് താന് മിഷണറി യാത്ര പോലും ആരംഭിച്ചിട്ടില്ലാത്ത അവസ്ഥയായിരുന്നു. പൗലോസ് ആരെയും നോക്കിയില്ല, തന്റെ കൂടെ മെജോറിറ്റി ഉണ്ടെന്നും നോക്കിയില്ല. താൻ മൈനോറിറ്റി ആണെങ്കിലും എതിർപക്ഷത്തെ നോക്കിയില്ല. താൻ ആരാണെന്നും നോക്കിയില്ല, പത്രോസ് ആരാണെന്നും നോക്കിയില്ല. നോക്കിയത് ക്രിസ്തുവിനെ മാത്രമായിരുന്നു. അതുകൊണ്ട് പത്രോസിനോട് നേരിട്ട് എതിർപ്പ്, കാരണം താൻ നോക്കിക്കഴിഞ്ഞ പത്രോസിനോട് ഒരിക്കലും എതിർത്ത് നിൽക്കാനായിട്ട് ഒക്കത്തില്ല. തന്റെ സ്ഥിതിയും തന്റെ സ്റ്റാറ്റസും നോക്കിയില്ല, പത്രോസിന്റെ സ്റ്റാറ്റസും നോക്കിയില്ല. നോക്കിയത് ഒന്ന് മാത്രം, ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമായിരുന്നു പൗലോസ് നോക്കിയത്. അതുകൊണ്ട് പത്രോസിനോട് നേരിട്ട് ശകാരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം നമുക്കറിയാം, നമ്മളുടെ ആരാധനാലയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നേതാക്കന്മാർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുകയും അവരോട് എതിർത്ത് നിൽക്കാത്തൊരവസ്ഥ. ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അടി കിട്ടും അല്ലേ. അതുകൊണ്ട് ആരും എതിർക്കാനായിട്ട് പോകത്തില്ല. പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുക, അവർ ചെയ്യുന്നതിനെ കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പൗലോസ് താൻ ചെറിയവനാണ്, കാഴ്ചയിൽ ചെറിയവനാണെങ്കിൽ തന്നെയും അത് തന്നെയല്ല, താന് അന്ന് സുവിശേഷ ഘോഷണത്തിന് അല്ലെങ്കിൽ ആ അപ്പോസ്തലന്മാരുടെ അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഈ തൂണുകളായി എണ്ണപ്പെട്ട പ്രമാണിമാരെന്ന് പറയുന്നവരോട് എതിർത്ത് നിൽക്കാനായിട്ട് താൻ അവരുടെ സ്റ്റാറ്റസ് നോക്കിയില്ല, തന്റെ സ്റ്റാറ്റസ് നോക്കിയില്ല, ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമായിരുന്നു താൻ നോക്കിയത്. പത്രോസിനോട് എതിർത്തു നിൽക്കാനായിട്ട് ഇടയായി തീർന്നു. പേടിക്കാനായിട്ട് കാരണം അവര് നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരായിരിക്കാം. അതുകൊണ്ടല്ലേ നമ്മൾ താഴത്തെ വാക്കുകൾ പറയുന്നു, ബർന്നബാസും അവരുടെ കപടത്തിൽ ഏർപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈവൻ പൗലോസിനെ കൂട്ടിക്കൊണ്ട് വന്നത്, അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ആരായിരുന്നു? ബർന്നബാസ് ആയിരുന്നു അല്ലെ. ഒരു പ്രബോധനപുത്രനായിരുന്നു, എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നുണ്ട്, എല്ലാവരോടും സ്നേഹത്തോട് ഇടപെടുന്നുണ്ട്, എല്ലാവരെയും ഉപദേശിക്കാൻ സമർത്ഥനായിരുന്ന ബർന്നബാസ് പോലും അവരുടെ കപടത്തിൽ ആയിത്തീരുവാനായിട്ട് ഇടയായി തീർന്നു, അവന്റെ വലയത്തിൽ വീണു എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം പത്രോസിന്റെ ഈ മാറ്റം പരലിലും തെറ്റ് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു പക്ഷം മാത്രമല്ല, കുറേ. പിന്നെ നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ചില യഹൂദന്മാരും അവരുടെ കപടത്തിൽ വീണു പോകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറയുന്നത്. അപ്പൊ നേതാക്കന്മാർ ചെയ്യുന്നത് തെറ്റായാലും ശരിയായാലും അതിനെ പിന്തുണയ്ക്കുന്ന അണികൾ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് ഒരു നേതാവ് തെറ്റിപ്പോയാൽ അണികൾ മുഴുവൻ തെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അത് സാത്താന്റെ ഒരു തന്ത്രമാണ്. അത് അക്കാലത്തിലും ഇക്കാലത്തിലും ഒരുപോലെയാണ്. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നേതാക്കന്മാരുടെ തെറ്റിന് ദൈവം കൂടുതൽ ശിക്ഷ കൽപ്പിക്കുന്നത് അത് തന്നെയാണ് കാരണമായിട്ടുള്ളത്. നമുക്ക് പിന്നെ അടുത്ത വാക്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയും. വേറെ എക്സാമ്പിൾസും ഞാൻ പറയാം. നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നമ്മൾ ഇവിടെ കണ്ടത് പത്രോസിനോട് രണ്ട് അപ്പോസ്തലന്മാർ തമ്മിലുള്ള സംവാദം അല്ലെങ്കിൽ എതിർപ്പ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയാം. കാരണം പത്രോസ് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാതികളിൽ അനേക സുവിശേഷത്തിലേക്ക് വന്നു എന്ന് കേട്ടിട്ട് യെരൂശലേമിൽ നിന്ന് പത്രോസ് ജാതികളുടെ ഇടയിലേക്ക് വരുവാനായിട്ട്, അത് കാണുവാനായിട്ട് ഒരു സന്തോഷം, അവരിൽ പരക്കുന്ന സുവിശേഷത്തെ കുറിച്ച് അറിയുവാനായിട്ട് ഇടയായി തീർന്നതുകൊണ്ട് വന്നപ്പോൾ അവരോടുകൂടി ആഹാരം കഴിക്കുകയൊക്കെ കൂട്ടായ്മ ആചരിച്ചു. പക്ഷെ ചില യഹൂദ മതാനുസാരികൾ അവിടെ വരികയും പത്രോസ് താൻ ചെയ്യുന്നതെന്ന് മാറി നിൽക്കാനായിട്ട് ഇടയായി തീർന്നു. സുവിശേഷം സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല.
സത്യം അറിയാം, പക്ഷെ അതനുസരിച്ച് നടക്കുന്നില്ല, തെറ്റിപ്പോകാനായിട്ട് ഇടയാത്തുന്ന ദൈവത്തിന്റെ 3 പ്രാവശ്യം ദർശനം, ഒരു പ്രാവശ്യം ദർശനം ഉണ്ട്, അത് 3 പ്രാവശ്യം ദൈവം പത്രോസിനോട് പറഞ്ഞതാണ്. ആം, എല്ലാവരും ഒരേ ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായവരും ക്രിസ്തുവിൽ എല്ലാവരും ഒരേ ശരീരമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞ ആ സുവിശേഷ സത്യത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായിട്ടെന്ന് നമ്മൾ റോമാലേഖനത്തിലും കാണുന്നത് പോലെ, അല്ലെങ്കിൽ 1 ലേഖനങ്ങളിലും കാണുന്നത് പോലെ തന്നെ നമുക്ക് പറയാം, ക്രിസ്തുവിനോട് ആ ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന അവസ്ഥയിലായി, ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയിലായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു നേതാവിന്റെ തെറ്റ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്ന് തന്നെ പറയാം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ, അല്ലെ, നോക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. ഒന്ന് മാത്രം നമുക്ക് പറയാം, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്ധിയിൽ കളങ്കമില്ലാത്തവരെ അന്നത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.